പുതുവർഷം ലോകം തൊട്ടിരിക്കുന്നു. സെൻട്രൽ പസഫിക് സമുദ്രത്തിലെ ദ്വീപരാഷ്ട്രമായ കിരിബാത്തിയിൽ പുതുവർഷം എത്തി. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു. വെൽക്കം 2025 അങ്ങനെ ഭൂമിയിൽ തൊട്ടിരിക്കുന്നു. പ്രതീക്ഷയുടെ 2025 എത്തിയിരിക്കുന്നു. നമ്മൾ എല്ലാ വർഷവും കാത്തിരിക്കുന്നത് പോലെ സെൻട്രൽ പസഫിക് സമുദ്രത്തിലെ ദ്വീപരാഷ്ട്രമായ കിരിബാത്തിയിൽ പുതുവർഷം എത്തി. ആഹ്ലാദപൂർവ്വം ലോകം വരവേൽക്കുന്നു 2025. അങ്ങനെ ആദ്യം പുതുവർഷം പിറക്കുന്നത് ഈ ദ്വീപ സമൂഹത്തിലാണ്. ദ്വീപ രാഷ്ട്രമായ കിരിബാത്തിയിൽ പുതുവർഷം എത്തി. ആഹ്ലാദത്തോടുകൂടി അവിടുത്തെ ജനങ്ങൾ 2025 പ്രതീക്ഷയോടുകൂടി വർണ്ണശബളമായി വരവേറ്റതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നു. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. നിധിൻ തോമസ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. നിധിൻ, അത്യന്തം ആഹ്ലാദത്തോടുകൂടി 2025 വരവേൽക്കുന്ന ഈ ലോകത്തെ ഒരു ദ്വീപരാഷ്ട്രമാണ്. അത് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും വിവരങ്ങൾ. ഇത്തവണയും 2025, അതായത് 2025 വരവേറ്റിരിക്കുകയാണ് കിരിബാത്തി ദ്വീപ്. കിരിബാത്തി ദ്വീപാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ ഒരു പുതുവത്സരത്തിനെ വരവേൽക്കുന്നത് കിരിബാത്തി ദ്വീപിലാണ്. 30 ഐലൻഡുകൾ ചേർന്ന ഈ കിരിബാത്തി ദ്വീപിലെ ക്രിസ്മസ് ഐലൻഡ് എന്നറിയപ്പെടുന്നത്, അതായത് ഇതിനെ അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്, ക്രിസ്മസ് ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ഐലൻഡിലാണ് ഇപ്പോൾ പുതുവർഷം പിറന്നിരിക്കുന്നത്. ഇനി ഓരോ മേഖലകളിലായിട്ട്, പല ടൈം സോണുകളിലായതുകൊണ്ട് തന്നെ ഇനി പല മേഖലകളിലായിട്ട് ഓരോരുത്തർക്കും ഈ പുതുവത്സരം ആരംഭിക്കാൻ പോവുകയാണ്. 3:45 കൂടിയിട്ട് ന്യൂസിലൻഡിലെ ചാതം ഐലൻഡിലും, അതുപോലെ തന്നെ 8:30 കൂടിയിട്ട് ജപ്പാനിലെ സൗത്ത് കൊറിയയിലും ഉൾപ്പെടെ ഈ പുതുവത്സരം ആരംഭിക്കും. അതിനുശേഷം 9:00 കൂടിയിട്ട് ചൈന, ഫിലിപ്പീൻസ്, 11:00 കൂടിയിട്ട് ബംഗ്ലാദേശ് പോലുള്ള സ്ഥലങ്ങളിലും, 12 മണിയോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിലും പുതുവർഷം പിറക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന 2025 എന്നുള്ള ഒരു വർഷം കിരിബാത്തി ഐലൻഡിൽ ഇപ്പോൾ പിറന്നിരിക്കുകയാണ്. ഇനി 8 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് നമ്മളും ഈ കിരിബാത്തി ഐലൻഡും തമ്മിലുള്ളത്. ഇനി നമ്മളുടെ ഒരു കാത്തിരിപ്പാണ് പുതുവർഷത്തിനെ വരവേൽക്കാനായിട്ട്, അല്ലെങ്കിൽ പുതുവർഷം എത്തുന്നത് കാണാനും അതുപോലെ തന്നെ ഇത് ആഘോഷിക്കാനുമായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് പ്രജീഷ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അതായത് ഇനി ജപ്പാൻ, മറ്റ് രാഷ്ട്രങ്ങൾ, ഏറ്റവും ഒടുവിൽ അമേരിക്കയിലെ അങ്ങനെ പ്രത്യേക ഇടം അമേരിക്കയിലേക്കാണ്. ഏറ്റവും അവസാനമായി അവിടുത്തെ ഒരു റൂറൽ ഏരിയയിലേക്കാണ്, അമേരിക്കയിലെ ജനവാസ ഇല്ലാത്ത ബേക്കർ ദ്വീപിലേക്കൊക്കെയാണ് ഇനി അങ്ങനെ പുതുവർഷം എത്തുന്നത്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ 2025 അങ്ങനെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വർഷമായി ഭവിക്കട്ടെ. നമുക്കും കാത്തിരിക്കാം. ഇനി നമ്മളുടെ സമയത്തിലേക്ക് എത്തുകയാണ്. ഇനി കുറച്ച് സമയം കൂടി നമ്മൾ 2025 വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ആഘോഷങ്ങൾ അതേസമയം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.